അപ്പോൾ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരാഴ്ചയായിട്ടുണ്ടാവും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നെന്തായാലും ഇവനെയും കൊണ്ട് ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് വരാം. വെള്ളമൊക്കെ നല്ല ഫ്രഷായി. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല അടിപൊളി വെള്ളമാവും. കണ്ടോ, മഴ പെയ്താൽ ഇവൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇവന് പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടേ ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മണം കിട്ടാതിരുന്ന ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇനിയൊരു സന്തോഷം വേറെ അവന്. നിൻ്റെ കൂട്ടുകാർ വന്നതിനെ ഇവന് ഇങ്ങനത്തെ ഒരു ചങ്ങല ഞാൻ ഈ ഇതിടുന്ന എന്താണെന്നറിയോ, ഇവൻ്റെ കഴുത്തുകൂടെ ഇടുന്ന ബെൽറ്റ് ഉണ്ട്, അത് ഇവൻ കടിച്ചു പൊട്ടിച്ചു. നല്ലൊരു ബെൽറ്റായിരുന്നു. ബെൽറ്റ് പറഞ്ഞാൽ 2 കൈയിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് അതിൽ ഈ പിന്നെ ഇത് കൊടുക്കുന്നത്. അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് കഴുത്തിലിങ്ങനെ ഇടണ്ടെന്ന്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടാം. ആട്ടുംകുട്ടിയാടാ, കാട്ടുകുടം പോയി മേയാൻ. അതാ പുഴു ഉണ്ട് മേത്തേറും. ഹൈ കേട്ടോ. ഒരു സീസണായ ഈ ഒരു ഇലയെ കൂടെയൊക്കെ നിറച്ച് പുഴുവാകും. കണ്ടോ, നമ്മളിത് പണ്ടൊക്കെ പല്ലുവേദനയ്ക്ക് വെച്ചിരുന്നു അല്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ ഈ സംഭവം? പേര് മറന്നുപോയി. പിന്നെതാ ഓണം ആകാനാകുമ്പോഴേക്കും നമുക്ക് നിറച്ച് മുക്കുറ്റി. കർക്കിടക മാസം ആകുമ്പോഴേക്കും മുക്കുറ്റി പ്രത്യക്ഷപ്പെടും. പിന്നെ കൃഷ്ണകിരീടം ഇത്ര ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ, ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ടോ, തളി മണ്ണൊക്കെയാണ്. അവനതൊന്നും ഒരു വിഷയമല്ല. ഉണ്ടോ വലിച്ചോണ്ട് പോണേ. എന്നോട് അഴിച്ചു വിടാൻ പറഞ്ഞില്ലേ, അഴിച്ചു വിട്ടാൽ കാണാം വിവരം. നിറച്ച് പുഴുവാ. ഇതെല്ലാം വളർന്ന് വലുതായിട്ട് ഈ ചെടികളെല്ലാം നശിപ്പിച്ച് കളയും. മിക്കവാറും തല്ലുള്ളൂ. അവിടെ നിരത്തിയിരിക്കുന്നുണ്ടല്ലേ അവൻ. മഴ പെയ്തു ഓടിക്കോ.